ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ കൊല്ലുന്നതിൽ പരസ്പരം പഴിചാരി കേന്ദ്ര സംസ്ഥാന വനംവകുപ്പ് മന്ത്രിമാർ. അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലാൻ സംസ്ഥാനത്തിന് പൂർണ്ണ അധികാരമുണ്ടെന്ന് കേന്ദ്ര വനംവകുപ്പ് ഇന്നലെ പറഞ്ഞിരുന്നു. കേന്ദ്ര നിബന്ധനകളിൽ ഇളവ് നൽകാതെ പ്രശ്നത്തിന് പരിഹാരമാകില്ലെന്ന് സംസ്ഥാന വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പ്രതികരിച്ചു. കേന്ദ്രമന്ത്രി പറഞ്ഞത് അർദ്ധസത്യം മാത്രമാണ്. നിലമ്പൂരിൽ പന്നിക്കണിയിൽ കുരുങ്ങി വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ സംസ്ഥാനത്തിന് വീഴ്ച പറ്റിയെന്ന കേന്ദ്രമന്ത്രിയുടെ വിമർശത്തെ പരിഹാസത്തോടെയാണ് AK ശശീന്ദ്രൻ നേരിട്ടത്. Even in 2025 alone, 3 people were killed in this district alone. This electrification was result of deliberate negligence by the state government of Kerala and local authorities. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലുന്നതിന് സംസ്ഥാനത്തിന് പൂർണ്ണ അധികാരമുണ്ടെന്ന കേന്ദ്ര വനം മന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ പ്രസ്താവന അർദ്ധസത്യം മാത്രമാണെന്ന് സംസ്ഥാന വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. നിബന്ധനകളിൽ ഇളവില്ലാതെ പ്രശ്നപരിഹാരമാകില്ലെന്നും മന്ത്രി പറഞ്ഞു. അധികാരമുണ്ടെന്ന് പറയുകയും വരിഞ്ഞു മുറുക്കുന്ന നിബന്ധനകളിലൂടെ അത് പ്രാവർത്തികമാക്കാതിരിക്കാൻ ഉള്ള ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പിന്റെ ദുരന്തമാണ് മലയോര മേഖലയിലെ കർഷകർ അനുഭവിക്കുന്നത്. ആ ഇരട്ടത്താപ്പിനെതിരെ യോജിച്ച ഒരു മുന്നേറ്റം നടത്താൻ കഴിഞ്ഞാൽ, കേരളത്തിന്റെ താല്പര്യം എന്നുള്ള നിലക്ക് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ ചെറിയ മാറ്റങ്ങളെങ്കിലും വരുത്താൻ കഴിയും. ആ ചെറിയ മാറ്റം പോലും കർഷക ജനതയ്ക്ക് ആശ്വാസം നൽകുന്ന ഒരു നടപടിയാകും. നിലമ്പൂരിൽ പന്നിക്കിണിയിൽ കുരുങ്ങി വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ സംസ്ഥാനത്തിന് വീഴ്ച പറ്റിയെന്ന കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവനയോട് ശശീന്ദ്രന്റെ മറുപടി ഇങ്ങനെ: അത് ഞങ്ങളാണല്ലോ അവിടെ പോയിട്ട് വൈദ്യുതി കമ്പി ചോർത്തി ഇലക്ട്രിക് ലൈനിലൂടെ കമ്പിയിലൂടെ വൈദ്യുതി കടത്തിവിടുന്ന പരിപാടി സ്വീകരിച്ചത് വനംവകുപ്പാണല്ലോ. വന്യമൃഗ പ്രശ്നത്തിലെ പരിഹാരം സംബന്ധിച്ച് കേന്ദ്രവും സംസ്ഥാനവും പരസ്പരം പഴിചാരുമ്പോൾ ശാശ്വത പരിഹാരമില്ലാതെ ദുരിതത്തിലാകുന്നത് നാട്ടുകാരാണ്. ന്യൂസ് മലയാളം, കോഴിക്കോട്.